അങ്ങനെ ഇന്നത്തെ അടുക്കളത്തെ പടവെട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് കസ്റ്റർഡ് പൗഡർ ഇട്ടിട്ട് അത് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഫ്രൂട്ട് സലാഡ് വേണമെന്ന് പറഞ്ഞിട്ടാണ് സ്കൂൾക്ക് പോയിട്ടുള്ളത്. അപ്പം സ്കൂളിട്ട് വരുമ്പോഴേക്ക് അത് റെഡി ആകണമല്ലോ. അപ്പോൾ അത് കുറുക്കി അത് ഫ്രിഡ്ജിക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ അതുകൊണ്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് കറിയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ ബീഫൊക്കെ കഴുകി എടുത്തിട്ട് അതും കുക്കറിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ബീഫ് കറിയും കൂടി റെഡിയാക്കാമല്ലോ. അങ്ങനെ ബീഫ് കറിയും ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരടുപ്പത്ത് ബീഫ് കറി ആയിക്കോട്ടെ കേട്ടോ. അപ്പോഴേക്കും ഞാൻ ജവരി കഴുകി അതും അടുപ്പത്തിട്ട് കൊടുത്തു. പിന്നെ ജവരി വെന്തപ്പം വാഴയ്ക്കും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പാൽവാക്കിയും കൂടി ഉണ്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തൂമിക്കാനുള്ളത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ തൂമിച്ച് ഇപ്പം തന്നെ ഒഴിച്ച് കൊടുത്തിക്കണേ. പിന്നെ ഇന്ന് കടിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഇന്നിപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ആദ്യം തന്നെ ബാക്കിയുള്ള കറികളും അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടോ. പിന്നെ ആണ് നെയ്ച്ചോറ് ഉണ്ടാക്കാനാണ് തുടങ്ങിയത്. അപ്പോൾ ഇവിടെ നെയ്ച്ചോറ് ഉള്ളി പൊരിച്ച് കോരി അണ്ടിപ്പരിപ്പ് പൊരിച്ച് കോരി അങ്ങനെ വെക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ അങ്ങനെ വാട്ടിയിട്ടിട്ട് പിന്നെ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടുകൊടുത്തു. പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ അരിഞ്ഞേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് ഇങ്ങനെ വെന്ത് വരുമ്പോൾ കാണാനൊരു രസം ഉണ്ടാകുമല്ലോ. ആ രസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ക്യാരറ്റ് ഇട്ട് കൊടുക്കണത്. എന്താണെന്ന് വെച്ചാൽ ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുന്നൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പം അരിയും കൂടി ഇട്ടിട്ട് അതുകൊണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊരു വിസിൽ വന്നപ്പം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ബജ്ജിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്, വാഴക്ക ബജ്ജി. അപ്പോൾ വാഴക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചിട്ടാണ് മാവ് കുഴക്കുന്നത് കേട്ടോ. അതും കൂടിയുണ്ട് പെട്ടെന്ന് മാവൊക്കെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നും ഞാൻ വലിയ ചട്ടിയിലാണ് കേട്ടോ എണ്ണ വയ്ക്കുക. അപ്പോൾ ഇന്ന് കുറച്ചാണ് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ചെറിയ ചട്ടിയിൽ എണ്ണ ഒഴിച്ചെടുത്തിട്ട് അതും കൂടി ഒന്ന് പെട്ടെന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണക്കടി പൊരിച്ചെടുക്കുന്നതിൻ്റെ ഇടയിലാണ് ജ്യൂസൊക്കെ ഉണ്ട് സെറ്റാക്കിയത്. അപ്പോൾ നോമ്പ് തുറക്കാൻ സമയമായപ്പം ഒക്കെ ടേബിളിൽ കൊണ്ടുപോയി വെച്ചിരിക്കണേ. ഈത്തപ്പഴം, നാരങ്ങ വെള്ളം, ബത്തക്ക ജ്യൂസ്, പിന്നെ ബത്തക്കയും മുസമ്മി ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ആയിട്ട്, പിന്നെ ബജ്ജി ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പാൽവാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കലും നിസ്കാരം ഓത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നെയ്ച്ചോറും ബീഫ് കറിയും ഒക്കെ എടുത്ത് എല്ലാവരും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ ഇതൊക്കെയാണ് ഉണ്ടാക്കിയ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.